അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടപ്പിലായി. തന്റെ അന്ത്യം അടുത്തുവെന്ന് ബോധ്യമായി. ഇസ്ലാം വളരെ വേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു, ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ലോകം ആകാംക്ഷയോടെ അത് വീക്ഷിക്കുകയാണ്. ഈ വളർച്ച റോം എന്ന ലോകശക്തിയെ ഞെട്ടിച്ചു. പേർഷ്യ എന്ന ലോകശക്തിയെ ഭയപ്പെടുത്തി ഇസ്ലാമിന്റെ വളർച്ച തടയാൻ റോമ സാമ്രാജ്യം പടനീക്കം നടത്തി. അതിനെ ചെറുക്കാൻ മുസ്ലിം സൈന്യം സിറിയയിലെത്തി. അവിടെ യുദ്ധം നടക്കുകയാണ്. ഇറാഖിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പേർഷ്യൻ ശക്തിയുമായിട്ടാണ് മുസ്ലിങ്ങൾ അവിടെ പോരാട്ടം നടത്തുന്നത്. ഈ യുദ്ധങ്ങൾ ജയിക്കണം. സേനയുടെ മനോവീര്യം കുറയാൻ പാടില്ല. ഖലീഫയുടെ കരുത്താണ് സൈന്യത്തിന്റെ കരുത്ത്. ഖലീഫയുടെ ചിന്തകൾ പല വഴിക്കും സഞ്ചരിച്ചു. താൻ മരണപ്പെട്ടു എന്ന് കേട്ടാൽ സിറിയയിലും ഇറാഖിലും നടക്കുന്ന യുദ്ധങ്ങളുടെ ഗതി എന്താകും? എന്തുമാത്രം ആളുകൾ ഇസ്ലാമിൽ വന്നു കഴിഞ്ഞു. അവർക്ക് വേണ്ടത്ര ശിക്ഷണം ലഭിച്ചിട്ടില്ല. അവരുടെ ഈമാൻ ശക്തമായിട്ടില്ല. കാലങ്ങളായി മർദ്ദിതരും ദുഃഖിതരുമായി കഴിഞ്ഞുകൂടിയിരുന്ന ജനവിഭാഗങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാം വിമോചനത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടു. കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും മനസ്സു തുറന്ന് സ്നേഹിക്കുന്ന മുസ്ലിം ഭരണാധികാരികളെയാണ് അവർ കണ്ടത്. മനുഷ്യവർഗം കൂട്ടത്തോടെ ഒഴുകി വരികയാണ്. ഇസ്ലാമിന്റെ തീരത്തേക്ക് ഒഴുകി വരികയാണ്. ഈ ഘട്ടത്തിൽ ഖലീഫ മരണപ്പെട്ടാൽ തന്റെ ശേഷം ജനങ്ങൾ പുതിയ ഖലീഫയെ തിരഞ്ഞെടുക്കട്ടെ എന്ന് വെച്ചാലോ? അത് ഉചിതമായി തോന്നുന്നില്ല. ഖലീഫയെ തിരഞ്ഞെടുക്കാൻ സമയമെടുക്കും. ആ ഇടവേളയിൽ പല പ്രശ്നങ്ങൾ ഉയർന്നു വരാം. ശത്രുക്കൾ വെറുതെയിരിക്കില്ല. മുനാഫിക്കുകൾ സന്ദർഭം കാത്തുകിടക്കുകയാണ്. ഏറ്റവും യോഗ്യനായ ആളെ ഖലീഫയായി നിശ്ചയിക്കുക, അതിനുശേഷം താൻ മരണപ്പെടുക. ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് അഭികാമ്യം. ആരാണ് ഖലീഫയാവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി? പലരെ പറ്റിയും ചിന്തിച്ചു. ഒടുവിൽ ഒരാളിൽ ചിന്തകൾ വന്നു നിന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആളയച്ചു വരുത്തി. രോഗിയും ക്ഷീണിതനുമായ ഖലീഫ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വിവരിച്ചു. പിൻഗാമിയെ നിയോഗിക്കാതെ താൻ മരണപ്പെട്ടു പോയാലത്ത അവസ്ഥ പറഞ്ഞുകൊടുത്തു. ഒടുവിൽ ഖലീഫ ഇങ്ങനെ പറഞ്ഞു: എന്റെ പിൻഗാമിയെ ഞാൻ നിങ്ങളെയാണ് നിശ്ചയിക്കാൻ തീരുമാനിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അദ്ദേഹം അപേക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു: എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം. മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം. ഖലീഫ വീണ്ടും ഉപദേശിച്ചു കൊണ്ടിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള അവസരമാണിത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശബ്ദനായി ചിന്താഭാരത്തോടെ യാത്ര പറഞ്ഞു. ഖലീഫ പ്രമുഖ സ്വഹാബിമാരെ ഓരോരുത്തരെയായി വിളിപ്പിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം വന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. ഉമറിനേക്കാൾ അനുയോജ്യനായ മറ്റൊരാളല്ല. എല്ലാവരും ആ രീതിയിലാണ് സംസാരിച്ചത്. പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. ജനങ്ങളോട് മസ്ജിദിൽ ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും വന്നു ചേർന്നു. അവശതകൾ പരിഗണിക്കാതെ ഖലീഫ മസ്ജിദിലെത്തി ജനങ്ങളോട് സംസാരിച്ചു. നിങ്ങളുടെ നേതാവിനെ ഞാൻ നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? ജനങ്ങൾ പറഞ്ഞു, സമ്മതമാണ്. ഖലീഫയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ജനങ്ങളാണ്. തങ്ങളുടെ നേതാവിന് രോഗമാണെന്നറിഞ്ഞ് കടുത്ത ദുഃഖം അനുഭവിക്കുകയാണവർ. പുതിയ നേതാവിനെ നിയോഗിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഖലീഫ സംസാരിക്കുന്നു: ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും രഹസ്യമാക്കി വെക്കുന്നില്ല. എന്റെ ബന്ധുക്കളിൽ നിന്നാരെയും പിൻഗാമിയാക്കുന്നില്ല. നിങ്ങൾക്ക് സുപരിചിതനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ അടുത്ത ഖലീഫയായി നിശ്ചയിക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ? ഏക സ്വരത്തിലുള്ള മറുപടി ഉയർന്നു: ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനങ്ങൾ തന്നോട് കാണിക്കുന്ന സ്നേഹം ഖലീഫയെ വികാരവരിതനാക്കി തീർത്തു. ഖലീഫ കൈകൾ ഉയർത്തി പ്രാർത്ഥന നടത്തി: എന്റെ റബ്ബേ, ജനങ്ങളുടെ നന്മ മാത്രമാണ് ഞാൻ പരിഗണിച്ചത്. പിൻഗാമിയെ നിയോഗിച്ചില്ലെങ്കിൽ കുഴപ്പങ്ങൾ വന്നു ചേരുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ജനങ്ങൾക്ക് നന്മ വരുന്നതിൽ അതീവ തൽപരനായ ശക്തനായ വ്യക്തിയെയാണ് ഞാൻ ഖലീഫയാക്കിയത്. ഖലീഫയുടെ ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥന കേട്ട് ജനങ്ങൾ കരഞ്ഞുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോവുകയാണ്. ഇനി കാര്യങ്ങൾ രേഖപ്പെടുത്തണം. കരാർ എഴുതാൻ തുടങ്ങുകയാണ്. ഖലീഫ പറയും പോലെ എഴുതാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു.
ഖലീഫ പറയുന്ന ഓരോ വാക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതുന്നു. ബിസ്മി എഴുതി. ജീവിതത്തിന്റെ അവസാന ഘട്ടമെത്തിയിരിക്കുന്നു. പരലോക യാത്ര തുടങ്ങാറായി. മരണം തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഈ സംഭവത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫ അബൂബക്കർ എഴുതുന്ന വസിയത്ത് പത്രം എഴുതി തീർക്കാൻ കുറച്ചു സമയമെടുത്തു. വായിച്ച് തൃപ്തനായി ഇനി മരിക്കാം ആശ്വാസത്തോടെ. ഹിജറ 13-ാം വർഷം ജമാദുൽ ആഖിർ 21 തിങ്കളാഴ്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിച്ചു. വഫാത്താകുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കി റൗള ഷരീഫിൽ ഖബറൊരുങ്ങി. ആ രാത്രിയിൽ തന്നെ ഖബറടക്കൽ കർമ്മം നിർവഹിക്കപ്പെട്ടു. റൗള ഷരീഫിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം ദുഃഖമൂകമാണ്. ആരും ഉറങ്ങിയില്ല. വേദനയുടെ രാവിന്റെ അന്ത്യമെത്തി. മസ്ജിദിൽ സുബഹിയുടെ ബാങ്ക് മുഴങ്ങി പള്ളി നിറയുകയാണ്. പള്ളിയിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ വാക്കും ശ്രോതാക്കളുടെ മനസ്സിനടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ചില വചനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അറബികൾ ഇണക്കമുള്ള ഒട്ടകത്തെ പോലെയാകുന്നു. നായകൻ തെളിക്കുന്നിടത്തേക്ക് പോകും. അതുകൊണ്ട് നായകൻ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് നോക്കണം. തീർച്ചയായും ഞാൻ അവരെ നേർവഴിയിലൂടെ നയിക്കും. പുതിയ ഖലീഫ ആ അഭിപ്രായത്തിൽ അധികാരമേറ്റു. കാര്യങ്ങളെല്ലാം ചിട്ടയോടെ നടന്നു. എവിടെയും സംശയത്തിന്റെ നൂലാമാലകളില്ല. ആശയക്കുഴപ്പങ്ങൾ യാതൊന്നുമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഭീതിയായി. ഇനി അവരുടെ നാളുകൾ ഭീതിയുടെയും തളർച്ചയുടേതുമായിരിക്കും. അമീറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്യപ്പെട്ടു. അങ്ങനെ വിളിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. പ്രശസ്തിയുടെ ഗോപുരത്തിൽ ഇരിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു വിനയാന്വിതനായിരുന്നു. അല്ലാഹു എന്ന് കേട്ടാൽ മതി, വിറച്ചു പോകും, മനസ്സ് ഉരുകിപ്പോകും. നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ വിതുമ്പും കരച്ചിലിന്റെ ശബ്ദം പിൻഭാഗത്തെ അണിയിലുള്ളവർ വരെ കേൾക്കും. നിസ്കരിക്കുമ്പോൾ ഓതുന്ന ഓരോ ആയത്തും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതിന്റെ ആശയങ്ങൾ ഇമാമിനെ ഭയപ്പെടുത്തും. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിച്ച് നടുങ്ങിപ്പോവും. സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ നിസാരനായ അടിമയാണ് ഞാൻ. ഈ അടിമയോട് പൊറുക്കേണമേ. തന്റെ ഭരണം നിലനിൽക്കുന്ന കാലത്ത് ഏതെങ്കിലും പാവപ്പെട്ടവന് വിശക്കുന്നുണ്ടോ, വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കും. രാത്രിയിൽ വേഷം മാറി സഞ്ചരിക്കും. തന്നെ ആരും തിരിച്ചറിയരുത്. വെറും സാധാരണക്കാരനായി കുടിലുകളിൽ കടന്നു ചെല്ലും. കഷ്ടപ്പാടുകൾ മനസ്സിലാക്കും, സഹായിക്കും. ഇത്തരം സംഭവങ്ങൾ ചരിത്രം വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സേവകനാണ് അസ്ലം റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടി യാത്ര നടക്കാനിറങ്ങി. അർദ്ധരാത്രിയായിട്ടുണ്ട്. എല്ലാ വീട്ടുകാരും ഉറങ്ങിക്കഴിഞ്ഞു. കനത്ത നിശബ്ദത. കുറെ ദൂരമെത്തിയപ്പോൾ കൊച്ചു കുടിൽ കണ്ടു. കുടിലിനകത്ത് നേർത്ത വെളിച്ചം. ഇവരെന്താ ഉറങ്ങാത്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുടിലിനടുത്ത് ചെന്ന് വാതിൽ മുട്ടി. വാതിൽ തുറക്കപ്പെട്ടു. സലാം ചൊല്ലി അനുവാദം ചോദിച്ചു. അകത്ത് കടന്നു. അടുപ്പിൽ തീ കത്തുന്നു. അതിന്റെ പ്രകാശം പുറത്തോട്ടൊഴുകുന്നു. ഒരു ഉമ്മയും കുട്ടികളും മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുട്ടികൾ കരയുന്നത് എന്തിനാണ്? വിശന്ന് കരയുകയാണ്. അവർക്ക് ആഹാരമൊന്നും കൊടുത്തില്ലേ? വേവിച്ചു കൊടുക്കാൻ ഇവിടെ യാതൊന്നുമില്ല. കലത്തിൽ എന്താണ് പാകം ചെയ്യുന്നത്? കലത്തിൽ വെള്ളം മാത്രമേയുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് കരുതി കുട്ടികൾ കാത്തിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ അവർ ക്ഷീണം ബാധിച്ചു ഉറങ്ങിക്കോളും. ഉമറിനെ അല്ലാഹു കാക്കട്ടെ, ജനങ്ങളുടെ കാര്യം ഏറ്റെടുത്ത ആളാണ്. എന്നിട്ട് ഇതാണ് അവസ്ഥ. ഞങ്ങൾ ഉടനെ വരാം. ഉമർ റളിയല്ലാഹു അൻഹു സേവകനോടൊപ്പം സ്ഥലം വിട്ടു. ബൈത്തുൽ മാൽ അഥവാ പൊതുഖജനാവ്, അവിടെ ഭക്ഷ്യവസ്തുക്കളുണ്ട്. സാധാരണക്കാർക്ക് അവകാശപ്പെട്ടതാണ്. വേണ്ടത്ര ഗോതമ്പ് മാവും നെയ്യും എടുത്ത് ഇത് എന്റെ ചുമലിൽ വെച്ച് തരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. ഇത് ഞാൻ ചുമന്നുകൊള്ളാം. അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ഇത് ചുമക്കേണ്ടത് ഞാനാണ്. അന്ത്യനാളിൽ എന്റെ ഭാരം നിനക്ക് ചുമക്കാനാവുമോ അസ്ലം? ഉമർ റളിയല്ലാഹു അൻഹു ഭാരം ചുമന്നുകൊണ്ട് നടന്നു. കുറെ ദൂരം നടക്കണം. ധൃതിയിൽ നടക്കുകയാണ്. കുട്ടികൾ ഉറങ്ങും മുമ്പേ അങ്ങെത്തണം. കുടിലെത്തി. കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. വിശന്ന് കരയുകയാണ്. ഉമർ തങ്ങൾ വേഗത്തിൽ ആഹാരമുണ്ടാക്കി നല്ല സ്വാദുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഉമ്മ പാത്രത്തിൽ ആഹാരം വിളമ്പി. കുട്ടികൾ സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. കുട്ടികളുടെ ചിരിയും കളിയും കാണാൻ ഉമർ തങ്ങൾ കുറെ നേരം കൂടി കാത്തുനിന്നു. സ്ത്രീ പറഞ്ഞു, ഈ ഉപകാരം മറക്കില്ല. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നാളെ അമീറുൽ മുഅ്മിനീനെ കാണാൻ വരണം. ആ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനാണ് ഉമർ റളിയല്ലാഹു അൻഹു വരാൻ പറഞ്ഞത്. മറ്റൊരു രാത്രി ഉമർ റളിയല്ലാഹു അൻഹു നിശാ
സഞ്ചാരത്തിനിറങ്ങിയതാണ്. ഒരു സ്ത്രീ നടന്നു പോകുന്നു, കയ്യിൽ വെള്ളമെടുക്കാനുള്ള കുടം. ഈ രാത്രിയിൽ നീ എവിടെ പോകുന്നു? ഉമർ തങ്ങൾ ചോദിച്ചു. എന്റെ വീട്ടിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. പകൽ സമയത്ത് വെള്ളമെടുക്കാൻ പോയാൽ ആളുകൾ കാണും. അതുകൊണ്ട് ആളുകൾ വീട്ടിൽ അടങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ വെള്ളമെടുക്കാൻ പോവും. ഇതാണ് എന്റെ പതിവ്. ഉമർ തങ്ങൾ പാത്രം വാങ്ങി കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് പാത്രം നിറച്ച് അത് ചുമന്നു കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു കൊടുത്തു. നീ നാളെ അമീറുൽ മുഅ്മിനീനെ കാണാൻ വരണം. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു. സ്ത്രീ അതിശയത്തോടെ ചോദിച്ചു, എന്നെ പോലുള്ള പാവങ്ങൾക്ക് അമീറുൽ മുഅ്മിനീനെ കാണാൻ എങ്ങനെ കഴിയും? നീ വന്നോളൂ, കാണാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. പിറ്റേ ദിവസം മടിച്ചാണ് പോയത്. അമീറുൽ മുഅ്മിനീന്റെ സീറ്റിൽ ഇന്നലെ രാത്രി തനിക്ക് വെള്ളം കോരിത്തന്ന ആളാണ് ഇരിക്കുന്നത്. ഇതാണോ അമീറുൽ മുഅ്മിനീൻ? അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എങ്ങനെ ചൊല്ലും? ലജ്ജ അനുവദിക്കുന്നില്ല. അവൾ തിരിഞ്ഞു നടന്നു. സംഭവം ഉമർ തങ്ങൾ അറിഞ്ഞു. അവരെ തിരികെ വിളിക്കുകയാണ്. ജോലിക്ക് ഒരാളെ നിയമിച്ചു, ജീവിക്കാനുള്ള വകയും അനുവദിച്ചു. മറ്റൊരു രാത്രിയിൽ ഉമർ തങ്ങൾ നടക്കുകയാണ്. ഒരു കൊച്ചു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അവിടേക്ക് കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, കരയാൻ കാരണമെന്താണ്? കരയുന്ന സ്ത്രീ പറഞ്ഞു, എന്നെ സഹായിക്കാൻ ഒരു സ്ത്രീയും ഇവിടെയില്ല. പ്രസവവേദന തുടങ്ങിയിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ സ്ത്രീയെ കൊണ്ടുവരാം. അതും പറഞ്ഞ് ഉമർ തങ്ങൾ ധൃതിയിൽ ഇറങ്ങി നടന്നു. വീട്ടിലെത്തി തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഉമ്മുൽ കുൽസൂം റളിയല്ലാഹു അൻഹു, എണീറ്റ് വന്നോളൂ. വമ്പിച്ച പുണ്യം ലഭിക്കുന്ന ഒരു സൽക്കർമ്മം നിനക്കിപ്പോൾ ചെയ്യാം. പ്രസവ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീയെ സഹായിക്കണം. ഉമർ തങ്ങൾ ഗോതമ്പ് മാവും നെയ്യും ചുമന്നുകൊണ്ട് നടന്നു. ഭാര്യ പിന്നാലെ നടന്നു. കൊച്ചു വീട്ടിലെത്തി. ഭാര്യ അകത്തേക്ക് പോയി. ശുശ്രൂഷകൾ തുടങ്ങി. സ്ത്രീയുടെ ഭർത്താവ് പുറത്തു നിൽക്കുന്നു. കാര്യമായ തൊഴിലില്ല, വരുമാനമില്ല, കഷ്ടിച്ചു ജീവിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ആ പാവപ്പെട്ട മനുഷ്യന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായില്ല. ഖലീഫയുടെ ഭാര്യ പുറത്തു വന്ന് ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, പ്രസവം നടന്നു, ആൺകുഞ്ഞാണ്, അൽഹംദുലില്ലാഹ്. പാവപ്പെട്ടവൻ ഞെട്ടിപ്പോയി. ഇതെന്ത് കഥ? എന്റെ മുമ്പിൽ നിൽക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ആണോ? ഇങ്ങനെയും ഭരണാധികാരികളുണ്ടോ? ഇത്തരം നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മദീനക്കാർ അമ്പരപ്പോടെയാണ് സംഭവം കേട്ടത്. മദീനയിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് വിവരങ്ങൾ ഒഴുകിപ്പോവുകയാണ്. അവ ചരിത്രത്തിൽ ഇടം പിടിച്ചു. തലമുറകളിലൂടെ അവ നമ്മിലേക്ക് ഒഴുകിയെത്തി. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ ചരിത്രം ഞങ്ങളിലേക്കെത്താൻ കാരണക്കാരായ ഓരോ വ്യക്തിക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചരിത്രം കേൾക്കുന്ന സമയം മുഴുവനും നന്മയിലായി രേഖപ്പെടുത്തണേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത ഭാഗം അടുത്ത ദിവസത്തിൽ പറയും വരെ തൽക്കാലം വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.